നവ്യയുടേതായി 2-3 ദിവസമായി വൈറലാകുന്ന ഒരു ചിത്രമുണ്ട്. നവ്യ വിവാഹ പെണ്ണായി ഒരുങ്ങിയ ചിത്രം. അച്ഛൻ്റെയും അമ്മയുടെയും പൊന്നുമകളായി ജനിച്ച് അത്രയും നാൾ അങ്ങനെ വളർന്നതുകൊണ്ട് തന്നെ അവർ 100 പവൻ സ്വർണം ധരിപ്പിച്ചു തന്നെയാണ് നവ്യയെ വിവാഹം കഴിപ്പിച്ചത്. അന്നത്തെ കാലത്ത് 100 പവൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വലിയ ഒരു കല്യാണമായി തന്നെ എല്ലാവരും അതിനെക്കുറിച്ച് പറയും. സോഷ്യൽ മീഡിയയിൽ പോലും നിരവധി പേർ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുമുണ്ട്. പ്രേക്ഷകർ ഇതിനെക്കുറിച്ച് പറയുന്നുമുണ്ട്. ആരാധകരിതെല്ലാം തന്നെ ഇതിൻ്റെ വാർത്തകളായി ഏറ്റെടുക്കുന്നുമുണ്ട്. സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഇതിനെക്കുറിച്ച് പറയുന്നതും ഇത് തന്നെയാണ്. നവ്യയുടെ ഈ സ്വർണമൊക്കെ ഇപ്പോൾ എവിടെയാണ്? ഒന്നിട്ട് കാണാൻ പോലും ഇല്ലല്ലോ. അതൊക്കെ മാറ്റിയെടുത്ത് കാണുമല്ലേ? പഴയ ഫാഷൻ സ്വർണമായതുകൊണ്ട് തന്നെ അതെല്ലാം നവ്യ മാറ്റിയെടുത്തിട്ടുണ്ടാകും. അതാണല്ലോ ഇപ്പോൾ പതിവ്. പണ്ട് കാലങ്ങളിലെ സ്വർണങ്ങളെല്ലാം ഇപ്പോൾ മാറ്റി പുത്തൻ ഫാഷനാക്കിയെടുക്കും. നവ്യയ്ക്ക് ഇനി പഴയകാല സ്വർണം എന്തായാലും ഇടാൻ സാധിക്കില്ല. നവ്യയ്ക്കൊരു മകനാണ്. അവനും എന്തായാലും സ്വർണത്തോട് ഒരാഗ്രഹവും കാണില്ല. അതുകൊണ്ട് തന്നെ നവ്യ എടുത്ത ഈ കാര്യങ്ങളൊക്കെ തന്നെയും നവ്യയുടേതായി തന്നെ സ്വന്തമായി സൂക്ഷിച്ചിരിക്കുകയായിരിക്കുമല്ലേ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് നിരവധി പേർ എത്തുന്നത്. ആരാധകരൊക്കെ തന്നെയും നവ്യയുടെ ഈ പുത്തൻ ചിത്രം പങ്കുവെച്ചുകൊണ്ടും ഏറ്റെടുത്തുകൊണ്ടുമാണ് എത്തുന്നത്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പ്രേക്ഷകർക്കും അത് വളരെയധികം ഇഷ്ടവുമാണ്. പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നവ്യന്മാരുടെ ഈ പഴയ ചിത്രം വൈറലാകുമ്പോൾ എല്ലാവരും ഇതേക്കുറിച്ച് തന്നെയാണ് ചോദിക്കുന്നത്. പ്രേക്ഷകരൊക്കെ തന്നെയും നിരവധി കാര്യങ്ങൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ തന്നെയാണെന്ന് പറയാം. പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട കൂട്ടാണെന്ന് തന്നെ പറയണം. ആരാധകരൊക്കെ തന്നെയും ഇതിൻ്റെ വാർത്തകൾ ഏറ്റെടുക്കുമ്പോഴും നവ്യയുടെ സ്വർണത്തെക്കുറിച്ചും സന്തോഷിനെക്കുറിച്ചുമൊക്കെ ചോദിക്കുന്നുണ്ട്. സന്തോഷ് ഇപ്പോൾ എവിടെയാണെന്നും സന്തോഷിൻ്റെ വിശേഷങ്ങളടക്കം എല്ലാം അറിയാൻ താല്പര്യത്തോടെയാണ് പ്രേക്ഷകർ നിൽക്കുന്നത്. അത്രമാത്രം ആഗ്രഹമുണ്ട് എന്ന് തന്നെയാണ് അവർ പറയുന്നത്. പ്രേക്ഷകരെല്ലാവരും സന്തോഷിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചും അല്ലാതെയുമൊക്കെ അന്വേഷണം നടത്തുന്നുണ്ട്. സോഷ്യൽ മീഡിയ പ്രേക്ഷകരെല്ലാവരും ഒരുപോലെയാണ് പരാതികൾ പങ്കുവയ്ക്കുന്നത്. നവ്യ ഒരു കാര്യങ്ങളും ഞങ്ങളോട് പങ്കുവയ്ക്കാറില്ല എന്നാണ് പൊതുവെ അവർ പറയുന്നത്. അത്രമാത്രം പ്രേക്ഷകർ ആലോചിച്ചിരിപ്പുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നവ്യയെക്കുറിച്ചുള്ള വാർത്തകൾക്കായി. നവ്യയുടെ വാർത്തകൾ പ്രത്യേകമായി ഏറ്റെടുക്കുന്നത് പോലെ തന്നെയാണ് എന്ന് പറയാം. പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്തകളാണ് എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും ഈ വാർത്തകൾ ഏറ്റെടുക്കുകയും പങ്കുവെക്കുകയും ചെയ്യുന്നത്. നവ്യയ്ക്ക് നല്ല പോലെ സന്തോഷിക്കാനുണ്ട്. കാരണം നവ്യയുടെ സന്തോഷത്തിന് എല്ലാവരും കൂടെ നിൽക്കുന്നുണ്ട്. പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്നുണ്ട്. ആരാധകരെല്ലാവരും ഏറ്റെടുക്കുന്നുണ്ട്. ആരാധകരൊക്കെ തന്നെയും ഇതിൻ്റെ വാർത്തകൾ പങ്കുവയ്ക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നു. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്ത കണ്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നു. പ്രേക്ഷകരൊക്കെ തന്നെയും ഇപ്പോൾ നവ്യയുടെ ഈ ലക്ഷങ്ങൾ വിലയുള്ള സ്വർണം എവിടെയാണെന്നും ഇത്രയും സ്വർണം ധരിച്ച പെൺകുട്ടിയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. വിവാഹം കഴിഞ്ഞ് ഇത്രയും നാളുകളായിട്ടും ഇവർ തമ്മിൽ വേർപിരിഞ്ഞു എന്ന് പോലും പ്രേക്ഷകരോട് പറയുന്നില്ല നവ്യ. അതൊന്നും നവ്യ പറയാതെ സൂക്ഷിക്കുകയാണ്. എന്നെങ്കിലും ഒരിക്കലൊരു അഭിമുഖത്തിൽ എന്തായാലും നവ്യ അതിനെക്കുറിച്ച് തുറന്നു പറയുമെന്ന് തന്നെയാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.